ബിഗ് ബോസ് ഷോയിലൂടെ ശ്രദ്ധ നേടിയ ലെസ്ബിയൻ പങ്കാളികളായ ആദിലയെയും നൂറയെയും അപമാനിച്ച് മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ എ കെ കല്യാണത്തിന് വിളിച്ചു വരുത്തി ചിക്കനും മട്ടനും എല്ലാം വയർ നിറയെ കൊടുത്തിട്ട് അത് ദഹിക്കുന്നതിന്റെ മുമ്പേ പൈറ്റത്തേക്ക് അടിച്ച പോലെ ഈ മലബാർ. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. സ്വാഭാവികം, ഒരു ഓണ്ടർപ്രണർ അല്ലേ. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ കുറെ കാത്തു സൂക്ഷിക്കും മലബാർ. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. നിങ്ങൾ കക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. ഞാനൊരു എന്റെ വീട്ടിൽ ഫംഗ്ഷൻ വെക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് എനിക്ക് അറിവുള്ള ആൾക്കാരല്ലേ ഞാൻ ക്ഷണിക്കുള്ളൂ, അല്ലെങ്കിൽ എന്റെ പേരൻസിന് അറിവുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ എന്റെ മാനേജേഴ്സ്, PR ടീം ഉണ്ടാവും ഓരോ ആൾക്കാർക്ക്. ഇവരാരും അറിയാതെ എന്തായാലും അവർ വലിഞ്ഞു കയറി വരില്ലല്ലോ. ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല കല്യാണ മണ്ഡപത്തിലൊക്കെ പോയിട്ട് ബിരിയാണി തിന്നാൻ, മനസ്സിലായ. ഞാനൊരു LGBTQ അതിനെ എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത രീതിയിൽ തെറ്റിത്തരം ചെയ്യുന്ന കുറെ LGBTQ-കാരുണ്ട്. അതിനെ പറ്റിയൊരു പ്രമുഖ വ്യക്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള കുറെ ഊക്കം കിട്ടിയതാണ്. അവർക്ക് ജോലി കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ഡേയ്സി ചേച്ചിയുടെ തന്ത ഒരു ദിവസം ട്രെയിനിൽ പോകുമ്പോൾ 10 റുപ്യാന്നും പറഞ്ഞ് സാമാനത്തിൽ കയറി പിടിച്ച ചേച്ചി അവിടെ നോക്കി നിൽക്കുവോ? ഞാൻ നോക്കി നിൽക്കില്ല, അത്രേ ഉള്ളൂ ട്രെയിനിന്റെ അവസ്ഥയും. അപ്പൊ അത് വിടുക. അവരെ പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. നമുക്കങ്ങനെ എല്ലാ ആൾക്കാരെയും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. എക്സാമ്പിൾ തന്നെയല്ലേ ഇവര്. ട്രെയിനിൽ വേണ്ടേ കൈ അടിച്ചിട്ട് പൈസ വയ്ക്കണ്ടോ? ഇല്ലല്ലോ, അന്തസ്സായിട്ടല്ല ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ക്ഷണിക്കാതെ വരുന്നത് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ച് സമൂഹ മധ്യത്തിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ ഇതിലാവട്ടെ. എന്തായാലും നമുക്ക് ഫൈസൽ മലബാർ അതിലെ നൂറേനെ ആദരിച്ചതൊന്ന് കാണാം. എന്റെ അറിവോടെയല്ല ഇവര് വന്നത് എന്ന് പറഞ്ഞ ആൾ ആദരിക്കുന്ന വീഡിയോ നോക്കാം. ഫൈസൽക്ക് വെറും ജിലേബി ലഡു കഴിക്കൂ, കൈയൊക്കെ കൊടുക്കട്ടെ, ഏതാ വെള്ളവൻ നോക്കാം. നന്നായിട്ടുണ്ട് എന്തായാലും ഫൈസൽക്ക. ഒരു ബിസിനസ് ഓണ്ടർപ്രണറെ, ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് അറിയാം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം കഷ്ടമാണെന്ന്. വളരെ ബുദ്ധിമുട്ട് തന്നെ. ഇതേപോലെയുള്ള കാര്യങ്ങൾ മതി താഴേക്ക് പോകാനും. ബിഗ് ബോസ് ഷോയിലൂടെ ശ്രദ്ധ നേടിയ ലെസ്ബിയൻ പങ്കാളികളായ ആദിലയെയും നൂറയെയും അപമാനിച്ച് മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ എ കെ. ആദിലയും നൂറയും ചടങ്ങിൽ പങ്കെടുത്തത് തന്റെ അറിവോടെയല്ല എന്നായിരുന്നു ഫൈസലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവർ പങ്കെടുത്തത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഫൈസലിന്റെ വിശദീകരണ പോസ്റ്റ്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹമധ്യത്തിൽ അവരെ താറടിച്ചും പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതോടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണം മുഖവിലക്കെടുക്കുന്നതായി ഫൈസൽ അതിൽ പറയുന്നു. ഫൈസലിന്റെ പോസ്റ്റിനെതിരെ വ്യാപകമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. സമൂഹം ചേർത്ത് നിർത്തിയ 2 വ്യക്തികളെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഫൈസലിക്കാന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല കേട്ടോ. ഒത്തിരി PR ഉള്ള ഇതേപോലെയുള്ള ബിസിനസ് ആൾക്കാരൊക്കെ ഇതൊക്കെ എന്ത് ബാധിക്കാനാ? ഇതൊക്കെ സുഖമായിട്ട് തീരുമാനം പോകും. എന്തായാലും വിളിച്ചു വരുത്തി അപമാനിക്കേണ്ടതെന്നു എന്നാണ് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എന്റേതായ അഭിപ്രായങ്ങൾ പറയാലോ. അതെ, മലബാറിന്റെ PR ഒന്നും വന്നിട്ട് എന്നെ ആക്രമിക്കില്ല എന്നതിന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് സുധി ടോക്സ് സൈനിങ് ഓഫ്.